അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവരാരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഹോം ഡെക്കറാണ്. കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ഹോം ഡെക്കറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് കുറച്ച് പഴയ ന്യൂസ് പേപ്പറാണ്. എന്നിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ കുറച്ചൊരു ഇങ്ങനെ ഒരു പകുതിയാക്കിയിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇങ്ങനെ കയ്യിലിട്ട് ചുരുട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ന്യൂസ് പേപ്പറിന് പകരം നിങ്ങൾക്ക് മാഗസിൻ്റെ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജസൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫുഡൊക്കെ ഇങ്ങനെ പാർസൽ കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു അലുമിനിയം ഫോയിലാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വാഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ എന്നിട്ട് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബോൾ വെക്കുകയാണ് കേട്ടോ ന്യൂസ് പേപ്പറിൻ്റെ. എന്നിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് അകത്തോട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ അതിങ്ങനെ ചെറുതായിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോളായിട്ട് കിട്ടിക്കോളും. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന ബോക്സസ് ഉണ്ടല്ലോ അലുമിനിയത്തിൻ്റെ, അപ്പോൾ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ട് ആ ഒരു അടുത്ത ബോൾ ന്യൂസ് പേപ്പറിൻ്റെ ബോൾ ഞാൻ ഇതിൽ വെച്ചിട്ടാണ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ബോളാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ന്യൂസ് പേപ്പറിൻ്റെതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ കുറച്ചൊരു കട്ടിയുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് റോൾ ചെയ്യാനൊരു പണി ഉണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം അലുമിനിയത്തിൻ്റെ ഒരു ബോൾസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാസ്കിംഗ് ടേപ്പാണ്. അപ്പോൾ മാസ്കിംഗ് ടേപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, സെല്ലോ ടാപ്പ് പോലെ ഇങ്ങനെ പേപ്പർ കൊണ്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കീറി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ട് ഞാൻ ഈ അലൂമിനിയത്തിൻ്റെ ഒരു ബോൾസൊക്കെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്നിങ്ങനെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രൗൺ കളർ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൗൺ വേണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്കോ അങ്ങനെ ഏതെങ്കിലും ഡാർക്ക് കളറൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് എല്ലാ ബോൾസും ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കട്ടിയിൽ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു വൈറ്റ് കളർ ഇങ്ങനെ കാണാത്ത രീതിയിൽ ലൈറ്റായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മഞ്ചാടിക്കുരു ആണ്. അപ്പോൾ നമ്മൾ ആ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ബോൾസൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഈ ഒരു ബോളിലേക്ക് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ മഞ്ചാടിക്കുരു ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. മഞ്ചാടിക്കുരു ഞാനിങ്ങനെ പരത്തി വെക്കുന്ന ആ ഒരു പാറ്റേണിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ബോൾസ് ഇങ്ങനെ കാണാത്ത രീതിയിൽ ഗ്യാപ്പില്ലാതെ ഫുള്ളായിട്ടൊന്ന് മഞ്ചാടിക്കുരു ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൂ ഗൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ മഞ്ചാടിക്കുരുവിൻ്റെ ഒരു ബോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പംകിൻ്റെ സീഡ്സ് ആണ്. അപ്പോൾ ആ ഒരു സീഡ്സ് നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബോളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീഡ്സിന് പകരം നിങ്ങൾക്ക് ഈ കുക്കുമ്പറിൻ്റെ സീഡോ അങ്ങനെ എന്ത് സീഡ്സ് ആണെന്ന് വെച്ചാൽ ആ രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഒട്ടിക്കുന്ന ഒരു പാറ്റേണൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള സീഡ്സിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ്. അപ്പോൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പോലെ ആക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ടൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ അധികം ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിക്കാൻ നോക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് എനിക്കറിയില്ല, ഏത് പ്ലാന്റ് ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം കുറേ മുമ്പ് ഞാനിങ്ങനെ കളക്ട് ചെയ്തതായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു കായലിൽ ഇങ്ങനെ ബോട്ടിങ്ങിന് പോയ സമയത്ത് അവിടെ സൈഡിലുള്ള മരത്തിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് അക്കേഷ്യയുടേതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതും ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ ബോളിലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചുരുണ്ടൊക്കെ ഇരുന്നിട്ട് ഇതിപ്പോൾ കുറേ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട്, പക്ഷേ എന്നിട്ടും ഇങ്ങനെ പൊട്ടി പോകുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോൾ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മൾ മാക്സിമം ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിക്കുക കേട്ടോ. എന്നാലും കുറച്ചൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും, പ്രത്യേക ഒരു ടൈപ്പ് ഒരു ചുരുണ്ടിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എഗ്ഷെൽസ് ആണ്. അപ്പോൾ ഇതുപോലെ ആ ഒരു ബോളിലെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഗ്ലൂ ഗൺ അല്ല കേട്ടോ, ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എഗ്ഷെൽസ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ബോട്ടിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോഫി ബീൻസ് ആണ്. ഞങ്ങൾക്ക് വയനാട്ടിലൊരു റിലേറ്റീവ് ഉണ്ട്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ കുറേ ഞങ്ങളിങ്ങനെ കോഫി പൗഡറിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചിങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബോളിലേക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗം ഇങ്ങനെ പുറത്തോട്ട് കാണുന്ന രീതിയിലാണ് കേട്ടോ ഞാനിങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്താണ് ആ കോഫി ബീൻസിൻ്റെ ഒരു കറക്റ്റ് ഒരു ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ബോളിൽ മുഴുവനായിട്ടും ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറ്റൽമുളകിൻ്റെ ഞെട്ടിയാണ്. അപ്പോൾ ആ ഒരു ഞെട്ടിയുടെ ഫ്ലവർ പോലുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ആ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആ ഒരു ബോളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഫ്ലവർ പോലുള്ള ഭാഗം ഇങ്ങനെ മേലോട്ട് കാണുന്ന രീതിയിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം പച്ചമുളകിൻ്റെത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ 1-2 ദിവസം ഇങ്ങനെ വെയിലത്തൊക്കെ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ആ ഒരു മേലുള്ള, അപ്പോൾ അത് വേണമെങ്കിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഞെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവറൊക്കെ ആയിട്ട് ആ ഒരു ബോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് അരിയാണ്. അപ്പോൾ ഒരുപാട് പഴകിയ അരിയാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ സിൽവർ കളറും ഗോൾഡൻ കളറും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ഒരു ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ബാക്കി വന്നിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയുള്ള കുറേ ബോൾസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കണം, അപ്പോൾ കുറച്ച് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ ഒരു എക്സലിൽ വെച്ചിട്ടുള്ള ബോൾസാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ആക്രിലിക് പെയിൻറ്റിലേക്ക് കുറച്ച് ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യില്ല, ചില എക്സൽസിൽ മാത്രമായിട്ട് ഇങ്ങനെ ആ ഒരു ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഇടക്കുള്ള ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കുറച്ച് ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ഡാർക്ക് ബ്ലൂ വെച്ചിട്ട്, പക്ഷേ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് അത്രക്കൊരു ഭംഗി തോന്നിയില്ല. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 2 കളറായിട്ട് മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുന്നതാണ്. പക്ഷേ അത് പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ അത്രക്കൊരു ഭംഗി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഒരു പംകിൻ്റെ സീഡ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോളിൽ ഞാൻ ബ്രൗൺ ആക്രിലിക് പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു പേൾ കളർ ഉണ്ടായിരുന്നു, ഒരു വയലറ്റ് കളർ. അപ്പോൾ അത് വെച്ചിട്ട് ആ എക്സൽസിന് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ ഒരു കളർ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലൈസിങ് ഒക്കെ വന്നിട്ട് നമ്മൾ ആ ഒരു എക്സലിൻ്റെ ബോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പംകിൻ സീഡിൻ്റെ ഒരു ബ്രൗൺ കളർ ഡ്രൈ ആയ സമയത്ത് അത്രക്കൊരു ഭംഗിയില്ല. അപ്പോൾ പിന്നെ ഞാൻ മെറ്റാലിക് ഗോൾഡും അതുപോലെ മെറ്റാലിക് കോപ്പറും വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് മുളകിൻ്റെ ഞെട്ടി വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോളിനെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേൾ ഗ്രീനാണ് എടുത്തിട്ടുള്ളത്, ഒരു പീക്കോ ഗ്രീനാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് നോക്കി, പക്ഷേ ഇങ്ങനെ കുറച്ചൊരു കട്ടിയുള്ളതാണ്, അപ്പോൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു കളർ വരുന്നുണ്ട്, നല്ലൊരു ഗ്രീൻ കളർ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചുരുണ്ടിരിക്കുന്ന ഒരു ബോൾ ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഞാൻ ഫുള്ളായിട്ടും ഇങ്ങനെ ഗോൾഡൻ കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അതിൻ്റെ ഇടയ്ക്കിലേക്കൊക്കെ നമ്മൾ എങ്ങനെ ബ്രഷ് കൊണ്ട് ചെയ്താലും കുറച്ചൊക്കെ അങ്ങനെ ആ ഒരു ഡാർക്ക് കളർ കാണും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്പ്രേ പെയിൻ്റ് ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്നത് നമ്മൾ കോഫി ബീൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോളിനാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ പല കളർ ഇങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ മെറ്റാലിക് കോപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താലും നല്ലൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആ ഒരു ഡെക്കറേറ്റീവ് ബോൾസൊക്കെ കൂടെ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ ചുരുണ്ടിരിക്കുന്നതും പക്ഷേ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അതുപോലെ ആ ഒരു കോഫി ബീൻസിൻ്റെ ആണെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു ടൈപ്പ് ഡിസൈനൊക്കെയാണ്, അതുപോലെ തന്നെ ആ ഒരു കളറും കൂടെ വന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു മുളകിൻ്റെ ഞെട്ടി വെച്ചിട്ടുള്ള ചെയ്ത ബോൾ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കളറും പിന്നെ അത് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പോലെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഞെട്ടി വെച്ച് ചെയ്താണെന്ന് കണ്ടാൽ പറയില്ല കേട്ടോ, അത്രക്കും ക്യൂട്ടായിട്ട് തന്നെ ഉണ്ട്. പിന്നെ മഞ്ചാടിക്കുരുവിൻ്റെ ആണെങ്കിൽ പെയിൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മഞ്ചാടിക്കുരു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ അതുപോലെ നമ്മൾ എക്സലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. ആദ്യം കൊടുത്ത ഒരു കളർ അത്ര ഭംഗിയില്ലായിരുന്നു, പക്ഷേ പിന്നീട് നമ്മൾ ആ ഒരു പേൾ കളർ വെച്ച് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഗാലക്സി കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മളൊരു കുഞ്ഞി ട്രേയിലോ അല്ലെങ്കിൽ ഒരു ബൗളിലൊക്കെ അങ്ങനെ ആക്കിയിട്ട് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ടി വിയുടെ മേലൊക്കെ വെച്ചിരുന്നാലും നല്ല ഭംഗിയാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു കിടിലൻ ഹോം ഡെക്കറാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബോൾസൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ. ഇത് രണ്ടും ഇങ്ങനെ ഡേറ്റ്സിൻ്റെ സീഡ് വെച്ചിട്ട് 2 പാറ്റേണിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഒരു ബോൾസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും പുളിങ്കുരു മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പുളിങ്കുരു ഇങ്ങനെ കുത്തനെ വെച്ച് ചെയ്തിട്ടുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇത് പിസ്തയുടെ ഷെല്ല് ഇങ്ങനെ പരത്തി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോൾസാണ്. അപ്പോൾ അതിനിങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു റിബണൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബോൾസ് ആണെന്നുണ്ടെങ്കിൽ പിസ്തയുടെ ഷെല്ല് തന്നെ ഇങ്ങനെ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ മഞ്ചാടിക്കുരുക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം. ഇപ്പോൾ ഇതിൽ ഞാൻ മഞ്ചാടിക്കുരു അല്ലായിരുന്നു അന്ന് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്, വേറൊരു സംഭവമായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയുമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയുന്നവർ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. അപ്പോൾ അത് ഞാനിപ്പോൾ ഒഴിവാക്കിയിട്ട് ഇതിൽ വീണ്ടും മഞ്ചാടിക്കുരു ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ഡെക്കറേറ്റീവ് ബോൾസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കമൻറ്റിൽ ഞാൻ ഒന്ന് പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞി ട്രേയിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ ഒരു ബോളാണെങ്കിൽ ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. ഇതും അതുപോലെ പുളിങ്കുരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പുളിങ്കുരു വെച്ചിട്ട് നമ്മൾ 2 പാറ്റേണിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിട്ടാം. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. ഞാനൊരു ഇംഗ്ലീഷ് ചാനലിൽ യൂക്കാലിപ്സിൻ്റെ സീഡും അതുപോലെ കോഫി ബീൻസിൻ്റെ സീഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സീഡ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നെല്ലിക്കയുടെ കുരും പുളിങ്കുരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മലയാളത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ തന്നെയാണ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഒരുപാട് ചാനലിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു കിഡിലൻ ഹോം ഡെക്കറാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒരു വർഷം മുമ്പേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓൾമോസ്റ്റ് കുറേ ഭാഗം ഞാൻ ചെയ്തു. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത്. പിന്നീട് ഇങ്ങനെ ചിലത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ നോക്കുമ്പോൾ പെയിൻറ്റ് ഉണ്ടാവില്ല, അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഒരു ലെങ്ത് ആയതുകൊണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് ടൈം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അത് ലേറ്റായി പോയിട്ടുള്ളതാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു പംകിൻ്റെ സീഡിൻ്റെ ആ ഒരു ബോൾസ് എൻ്റെ മോള് റെഡിയാക്കിയിട്ടുണ്ട്. ഫുള്ള് പൊളിച്ചെടുത്തു. പിന്നീട് ഞാനത് വീണ്ടും ഒട്ടിച്ചെടുത്തിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ നമ്മൾ അരി വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോൾസ് ആണെങ്കിൽ എൻ്റെ അത് ഫുള്ളായിട്ട് ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫുള്ളായിട്ട് ആദ്യം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു 5-6 മാസമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിങ്ങനെ പൊടിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ അത് വെച്ച് ഞാനൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ അരി വെച്ചൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള അരി എടുത്താൽ ചിലപ്പോൾ ചീത്താവില്ലായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ ഭക്ഷണ സാധനം ആയതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാതെ ചീത്തായിട്ടുള്ള അരി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ എനിക്കത് ഫുള്ളായിട്ടും ഞാൻ വാർണിഷ് വരെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മുറുമ്പ് വന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് ഉപയോഗിച്ചത്. നമ്മളിങ്ങനെ പുളിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സീഡ്സും അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ആയേക്കണേ. അപ്പോൾ അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതുപോലെ നല്ലൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.